പ്രൈം ബാങ്കിംഗ് ഫീച്ചേഴ്സ് പാർട്ട് 2. നമസ്കാരം, ടാലിയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണാം. ഇമ്പോർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ടാബ് സെലക്ട് ചെയ്തു. ബാങ്ക് സെലക്ട് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയൽ മാപ്പ് ചെയ്ത് കൊടുത്തു. CSV ഫോർമാറ്റാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റർ ചെയ്യാം. അക്സെപ്റ്റ് ചെയ്തു. ഈ ഒരു വിൻഡോയിൽ നമുക്ക് പർട്ടിക്കുലേഴ്സ് എല്ലാം കാണാൻ സാധിക്കും. ടോട്ടൽ എൻട്രീസും കാണാൻ സാധിക്കും. ഇമ്പോർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യാം. ന്യൂ എൻട്രീസ് ഇമ്പോർട്ടഡ് സക്സസ്ഫുള്ളി. ബാങ്ക് റീകൺസിലേഷൻ സമ്മറിയിൽ ക്ലിക്ക് ചെയ്യാം. അൺറീകൺസൈൽഡ് ട്രാൻസാക്ഷൻസ് എന്നൊരു ടാബ് കാണാം. അവിടെ ആ പീരീഡും കാണിക്കും. എൻ്റർ ചെയ്യാം. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡ് ടാബിൽ അപ്ലൈ ഫിൽട്ടർ എന്നുള്ളൊരു മെനു കാണാം. അപ്ലൈ ഫിൽട്ടർ ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻസ് മാത്രം സെലക്ട് ചെയ്യാം. UPI എൻ്റർ ചെയ്യും. ഇപ്പോൾ നമുക്ക് UPI എന്നുള്ള ട്രാൻസാക്ഷൻസ് മാത്രം ലിസ്റ്റായി. ക്രിയേറ്റ് വൗച്ചർ ടാബിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് കോമൺ ലെഡ്ജറായിട്ട് ഇതിനെ സെലക്ട് ചെയ്യാം. എല്ലാ എൻട്രീസിനെയും ഒരു കോമൺ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാം. ക്യാഷ് സെയിൽസിന് സെലക്ട് ചെയ്തു. UPI എല്ലാം ക്യാഷ് സെയിൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യും. സേവ് ചെയ്യാം. ഓപ്ഷണൽ വൗച്ചേഴ്സ് ആയിട്ട് നമുക്ക് ടാലിയിൽ ഈ എൻട്രീസ് എല്ലാം ക്രിയേറ്റ് ആയി. ഒരു എൻട്രി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഓപ്ഷണൽ വൗച്ചേഴ്സിന് മുകളിൽ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. സേവ് ചെയ്ത് പുറത്തേക്ക് വരാം. മാർക്ക് ആസ് റെഗുലർ ആൻഡ് റീകൺസൈൽ ആ ടാബിൽ ക്ലിക്ക് ചെയ്യാം. കൺഫേം ചെയ്യാം. ഇനി ബാലൻസ് ഉള്ള എൻട്രീസ് നമുക്ക് 22 ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അടുത്തൊരു ഫിൽറ്ററിങ് കൂടെ ചെയ്യാം. ചാർജസ് ടൈപ്പ് ചെയ്യാം. ബാങ്ക് ചാർജസ് മാത്രമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് സെലക്ടഡ് ടോട്ടൽ കാണുന്ന ഒരു വിൻഡോയിലേക്ക് മൂവ് ചെയ്യാം. ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ട് താഴെ കാണാൻ സാധിക്കും. ക്രിയേറ്റ് കൺസോളിഡേറ്റ്. ക്രിയേറ്റ് വൗച്ചർ കൺസോളിഡേറ്റ് സെലക്ട് ചെയ്തു. ബാങ്ക് ചാർജസ് ലെഡ്ജർ സെലക്ട് ചെയ്തു. അവൈലബിൾ ഓൺലി ഇൻ ബാങ്ക്. ഡെപ്പോസിറ്റ്സ് എല്ലാം സെലക്ട് ചെയ്തു. ക്രിയേറ്റ് വൗച്ചർ മൾട്ടി വൗച്ചർ ടാബ് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് അപ്രോപ്രിയേറ്റ് ലെഡ്ജേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. മാർക്ക് ആസ് റെഗുലർ ആൻഡ് റീകൺസൈൽ. കൺഫേം ചെയ്യാം. ഇനി ഒരു വിഡ്രോവൽ എമൗണ്ട് ഉണ്ട്. ആ ഒരു എൻട്രി സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് വൗച്ചർ മൾട്ടി വൗച്ചർ ടാബിൽ ക്ലിക്ക് ചെയ്യാം. ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്യാം.
വ്യൂ റീകൺസൈൽ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം. കൺസോളിഡേറ്റ് എൻട്രീസ് ഒഴിവാക്കിയിട്ടില്ല. ടോട്ടൽ കൗണ്ട് ഇവിടെ 27 കാണിക്കുന്നുണ്ട്. റീകൺസൈൽഡ് വയ ലിങ്ക് ചെയ്യും. നമുക്ക് എൻട്രി ഓപ്പൺ ചെയ്ത് നോക്കാം. വ്യൂ റീകോൺ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റിൽ ഏത് എൻട്രി ആയിട്ടാണ് അത് ലിങ്ക് ആയിട്ടുള്ളതെന്ന് ഇവിടെ കാണാൻ സാധിക്കും. കൺസോളിഡേറ്റ് ആയിട്ട് എൻട്രി ചെയ്തിട്ടുള്ള ഒരു എൻട്രി കൂടെ നോക്കാം. ബാങ്ക് ചാർജസ് വ്യൂ റീകോൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ബാങ്ക് ഇൻസ്ട്രുമെന്റ് നമ്പർ മൾട്ടിപ്പിൾ ആണെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ എൻട്രീസും ഇവിടെ കാണിക്കും. വളരെയധികം സമയം ലാഭിക്കാവുന്ന 2 ഫീച്ചേഴ്സാണ് ടാലി പ്രൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമാറ്റഡ് അക്കൗണ്ടിംഗ് യൂസിങ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സ്മാർട്ട് ബാങ്ക് റീകൺസിലേഷൻ. താങ്ക് യു.